ഫ്രണ്ട്സ്, ഒരു 13 Pro Max ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്നത് ഓണാണ് കാണുന്നത്. അത് ഓണാണ്, പക്ഷേ ഇത് ടെമ്പറേച്ചർ വാണിംഗ് മെസ്സേജാണ് കാണിക്കുന്നത്. എവിടെ നിന്ന് വരാം? വെണ്ണിക്കുളത്തുനിന്ന് 2 പേര് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ സർവീസിലേക്ക് ഓക്കെ. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ വാണിംഗ് മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇത് വാട്ടർ ലോഗഡാണ് ഡിവൈസ്. ഇത് ഹാർഡ്വെയർ ഫോൾട്ട് തന്നെയാണ്. ഡിവൈസ് പവർ ഓഫ് ചെയ്തതിന് ശേഷം നേരെ ഇതിൻ്റെ ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്യാം. ഡിസ്പ്ലേ സെപ്പറേറ്റർ വെച്ച് ഡിസ്പ്ലേ നേരെ ഡാമേജ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷീൽഡ് സ്ക്രൂ പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്യാണ്. മദർ ബോർഡിലുള്ള സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നേരെ മദർ ബോർഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും വാട്ടർ ലോഗഡാണ് ഡിവൈസ്. നേരെ DC കൊടുക്കുന്ന സമയത്ത് നോർമൽ ബൂട്ടാണ് കാണിക്കുന്നത്. മദർ ബോർഡ് നേരെ പ്രീ ഹീറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഡാമേജ് വരും. ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കും. അതിനുശേഷം നേരെ മൈക്രോസ്കോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഫംഗസോ കാര്യങ്ങളോ അവരുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ലെയറിനകത്ത് ഫംഗസ് കാണുന്നുണ്ട്. ആ ലെയറിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട്. നേരെ ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു I2C ലൈനിലോട്ട് പോകുന്ന കണക്ഷനാണ്. ഇതിൻ്റെ ലെയറുകൾ തമ്മിൽ ഷോർട്ട് ആയതാണ്. നല്ല നീറ്റായിട്ട് ഇതുപോലെ ഫ്ലെക്സ് ആഡ് ചെയ്ത് ലെയർ ഡ്രൈ ആയിട്ടുള്ളതിലായിട്ട് നമ്മൾ സോൾഡറിങ് ചെയ്യണം. PPD അപ്ലൈ ചെയ്ത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. സകലം പോലും ഡെഡും തരികളൊന്നും ഇരിക്കരുത്. ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ലെയർ ഒന്ന് തിന്നർ യൂസ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ആർക്കോഡും കൂടെ പോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. ഇതുപോലെ ശകല പോലും ഫ്ലെക്സ് ഇരിക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് മദർ ബോർഡ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലെയർ നേരെ റീബോൾ ചെയ്യാം. PPD അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓവർ PPD ആകരുത്. സിം ട്രേഡൊക്കെ അവിടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. PPD സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ സിം ട്രേഡൊക്കെ അവിടെ ഇറങ്ങി ജാം ആക്കി കഴിഞ്ഞാൽ സിം ട്രേ ബ്ലോക്ക് ആകും. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് PPD അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ ലെയർ നേരെ പ്രീ ഹീറ്റർ വെച്ച് റീബോൾ ചെയ്തെടുക്കാം. കുറച്ച് ഫ്ലെക്സ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അപ്പർ ലെയറിൽ CPU നമുക്ക് നേരെ തെർമൽ പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരെ മദർ ബോർഡ് റീകോമ്പിനേഷൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും റീകോമ്പിനേഷൻ ആയി വരുന്നത്. മദർ ബോർഡ് കൂളാനായിട്ട് ഒരു 5 മിനിറ്റ് വേണം. അതിനുശേഷം നേരെ DC പവർ സപ്ലൈ കണക്ട് ചെയ്ത് നമുക്ക് നേരെ ബൂട്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നോർമൽ രീതിയിൽ ആംബിയർ എടുക്കുന്നുണ്ട്. മദർ ബോർഡ് നേരെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്. കംപ്ലീറ്റ് ഷീൽഡ് സ്ക്രൂ പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാണ്. ഒരു സ്ക്രൂ പോലും മിസ്സാക്കരുത്. വാട്ടർ സീൽ ചെയ്ത് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് ഡസ്റ്റ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ നേരെ ക്ലോസ് ചെയ്യുക. ഇതുപോലെ പ്രസ് ലോക്ക് ചെയ്തതിന് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യാം. അതിനുശേഷം സിം ട്രേ കൂടെ ഇട്ടിട്ട് ബോട്ടം സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഡിവൈസ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസ് നോർമലായിട്ട് ഓൺ ആയിരിക്കുകയാണ്. ടെമ്പറേച്ചർ വാണിംഗ് മെസ്സേജ് ഒന്നും കാണിക്കുന്നില്ല. കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കല്ലേ.